ഈ വലിയ ഉദ്യോഗത്തിൽ ജോലി ചെയ്യുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്ന ഒരുപാട് ആളുകളെ നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ജോലി തട്ടിപ്പ് നടത്തിയത് എന്ന് പോലും അറിയാമല്ലേ. അങ്ങനെ ഒരു സംഭവം ഇപ്പോൾ തെലങ്കാനയിലെ നൽഗോണ്ടയിൽ നടന്നിട്ടുണ്ട് കേട്ടോ. ജഡാല മാളവിക എന്നാണ് ഈ തട്ടിപ്പ് നടത്തിയ ആളുടെ പേര്. വെറും തട്ടിപ്പല്ല, കഴിഞ്ഞ 1 വർഷമായി റെയിൽവേ പോലീസിൽ സബ് ഇൻസ്പെക്ടർ ആണ് എന്ന് പറഞ്ഞായിരുന്നു ഈ യുവതി തട്ടിപ്പ് നടത്തിയത്. KB ശ്രീധരൻ നമ്മുടെ കൂടെയുണ്ട്. ഈ തട്ടിപ്പ് നടത്തിയതിലും ഈ തട്ടിപ്പ് കണ്ടുപിടിച്ചതിലൊക്കെ ഒരുപാട് ട്വിസ്റ്റ് ഉണ്ട്. അതാണ് KB ശ്രീധരൻ പറഞ്ഞുതരാൻ പോകുന്നത്. ശ്രീധര, 1 വർഷമായിട്ട് തട്ടിപ്പ് നടത്തുകയാണ്, യൂണിഫോം ഇട്ട ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് പൊളിഞ്ഞത്? ഉജയ്, കടുവയെ പിടിച്ച കിടുവ എന്നൊക്കെ പറയുന്ന പോലെയാണ്. ഒരു ഇൻസ്പെക്ടർ വേഷത്തിലാണ് ഈ യുവതി 2 വർഷമായി ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഏതായാലും ഈ കഥ എന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ ട്വിസ്റ്റുകൾ നിറഞ്ഞു തന്നെയാണ്. ഈ പെൺകുട്ടി 2 വർഷം മുൻപാണ് ഇങ്ങനെ ഈ റെയിൽവേ പോലീസിൽ ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് അപേക്ഷിച്ച് പരീക്ഷയൊക്കെ കഴിഞ്ഞു. പക്ഷേ മെഡിക്കൽ ടെസ്റ്റ് വന്നപ്പോൾ ഇവർ പരാജയപ്പെട്ടു. ഏതായാലും പരാജയപ്പെട്ടു എന്നിവർക്ക് പുറത്തു പറയാൻ വല്ലാത്ത മടി. പ്രത്യേകിച്ച് വീട്ടുകാർക്കും നാട്ടുകാർക്കൊക്കെ വലിയ പ്രതീക്ഷയായിരുന്നു ഇവർ ഇങ്ങനെ ഇൻസ്പെക്ടർ ആയിട്ട് വരുമെന്നൊക്കെ ഉള്ളത്. പക്ഷേ ഇവർക്ക് അതിന് സാധിച്ചില്ല. അന്നു മുതൽ തന്നെ ഇവർ ഈ നാട്ടുകാർക്ക് തനിക്ക് ജോലി കിട്ടി എന്ന് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഇപ്പോൾ എവിടെ പോവുകയാണെങ്കിലും ഇവർ ഈ ഇൻസ്പെക്ടർ യൂണിഫോം ഇട്ടുകൊണ്ടേ പോവുള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ ഇവർ ഇൻസ്പെക്ടറെ യൂണിഫോം ഇട്ട് പോകുന്നു, വിവാഹങ്ങൾക്ക് പോകുന്നു, മറ്റു കുടുംബ ചടങ്ങുകൾക്കൊക്കെ ഇങ്ങനെ ഈ പോലീസ് വേഷത്തിൽ തന്നെ പോകുന്നു എന്നുള്ളതായിരുന്നു ഇവർ ചെയ്തിരുന്നത്. അങ്ങനെ പോകുമ്പോൾ തന്നെ ഇവർക്കിപ്പോൾ ഒരു വലിയ തിരക്കുള്ള ഒരു ക്ഷേത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇവർ ഈ യൂണിഫോം ഇട്ട് പോകുമ്പോൾ അവർക്ക് അമ്പലത്തിലേക്ക് VIP ദർശനമൊക്കെ നടത്താൻ പറ്റുന്നു. ഇങ്ങനെ ട്രെയിനിൽ നിരന്തരം സൗജന്യ യാത്ര നടത്താൻ പറ്റുന്നു. അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ പറ്റി. പക്ഷേ കള്ളി വെളിച്ചത്തായത് ഇവരുടെ തന്നെ വിവാഹ നിശ്ചയ ദിവസമാണ്. അന്നും ഇവർ ഈ പതിവ് പോലെ തന്നെ ഇൻസ്പെക്ടർ വേഷത്തിൽ, പോലീസ് വേഷത്തിൽ തന്നെ വിവാഹ നിശ്ചയത്തിന് വന്നു. ഇത് കണ്ട് ഈ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾക്ക് ചെറിയ ഒരു സംശയം തോന്നിയോടുകൂടി അയാൾ നടത്തിയ അന്വേഷണമാണ് ഇവരുടെ ഈ കള്ളി പുറത്താക്കിയത്. IT പ്രൊഫഷണൽ ആയിട്ടുള്ള യുവാവ് ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടൊക്കെ നിരന്തരം പരിശോധിച്ച് തുടർന്നാണ് ഇങ്ങനെ ഇവർ ഇതൊരു വ്യാജ ഇൻസ്പെക്ടർ ആണ് എന്ന് അവർ കണ്ടെത്തിയത്. ഏതായാലും തുടർന്ന് നൽകോണ്ട പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. വഞ്ചനാ കുറ്റം, അതുപോലെ തന്നെ ഈ ആൾമാറാട്ടം തുടങ്ങിയ വകുപ്പുകളൊക്കെ ചുമത്തി ഇവർക്കെതിരെ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇവരെ ഏതെങ്കിലും തരത്തിൽ ആളുകളെ പറ്റിച്ചിട്ടുണ്ടോ, അതായത് സാമ്പത്തിക തട്ടിപ്പോ അല്ലെങ്കിൽ മറ്റേ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലൊക്കെ ഏതെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഏതായാലും പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്.